കഴിഞ്ഞ ദിവസം സായി കൃഷ്ണ ഉണ്ടെങ്കിൽ അഖിൽ NREയുടെ കാര്യത്തിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സായി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു താൻ അഖിലിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് സംസാരിച്ച സമയത്ത് അഖിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോയത് പോട്ടെ എന്നുള്ളൊരു കാര്യം. അതുപോലെ തന്നെ അഖിലുണ്ടെങ്കിൽ വൈഫിനെ അങ്ങനെ കുറ്റം പറയുന്നില്ല എന്നുള്ള രീതിയിലും ഈ ഒരു സായി തന്നെ ഇട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സായി കുറച്ച് അഭിപ്രായങ്ങളും അതിനെക്കുറിച്ചൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം സായി ഉണ്ടെങ്കിൽ എയറിലോട്ട് പോക്കായിരുന്നു. പോയതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം സ്വന്തം സുഹൃത്തിനാണ് ഇതുപോലെ സംഭവിച്ചേക്കുന്നത്. എന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു കണ്ടൻറ്റ് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞിട്ടായിരുന്നു സായിക്കെതിരെ കമൻസും വീഡിയോസും ആൾക്കാരൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ സ്വന്തം സുഹൃത്താണ്, നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ആശ്വസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഇതേ കണക്ക് ഈ ഒരു വീഡിയോ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെ പറയണം എന്നുള്ള കാര്യമായിരുന്നു ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സായി തന്നെ അതിൽ പറയുന്നുണ്ട്, ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുമെന്നുള്ള രീതിയിൽ. കാരണം കുറേയധികം പ്രഷറൊക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ കുറേയധികം പേര് പറയുന്നുണ്ട് ഈ ഒരു വിഷയത്തെ റിയാക്ട് ചെയ്യണം, അതുകൊണ്ട് ചെയ്യും എന്നുള്ള അഖിലിൻ്റെ അടുത്ത് പറഞ്ഞു എന്നുള്ളത് സായി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ചെയ്തതെന്നും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യം, ആരാണിങ്ങനെ പ്രഷർ ചെയ്യുന്നത്? നിങ്ങളുടെ ഫ്രണ്ടാണെങ്കിൽ അത് ചെയ്യാതിരുന്നൂടെ? അവർക്ക് വിഷമം എന്തായാലും വരത്തില്ലേ? അതൊന്നും ആലോചിക്കാൻ നിങ്ങൾ അരി വാങ്ങാൻ വേണ്ടി സ്വന്തം സുഹൃത്തിനെ വരെ വിൽക്കുകയാണോ എന്നുള്ള രീതിയിലാണ് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്.